നമസ്കാരം. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ല. സമഗ്രമായി നോക്കാം. ഉച്ചവാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ പൂരത്തിൽ ആചാരപരമായ ആഘോഷം മാത്രം, വെടിക്കെട്ടുണ്ടാകില്ല. കുടമാറ്റം 15 മിനിറ്റ്. കുടമാറ്റത്തിന് ഇരുകൂട്ടർക്കും 15 ആനകൾ. തീരുമാനം മന്ത്രി VN വാസവനും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായുള്ള ചർച്ചയിൽ. സങ്കട കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവ്വം പരിശ്രമിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. പാമ്പുകടിയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു. മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിന് കടിയേറ്റത് ഉറക്കത്തിനിടെ. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും മികച്ച പോളിംഗ്. 11 മണിവരെ ബംഗാളിൽ 41.1%, തമിഴ്നാട്ടിൽ 37.5% പോളിംഗ്. മുർഷിദാബാദിൽ പോളിംഗിനിടെ CPM TMC സംഘർഷം. 3 പേർക്ക് പരിക്ക്. ബൂത്തുകളിൽ കനത്ത സുരക്ഷ. വോട്ട് ചെയ്ത് പ്രമുഖർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഇന്നും പ്രതിഷേധം. കേസ് അട്ടിമറിക്കാൻ നീക്കമെന്നാരോപിച്ച് യൂത്ത് ലീഗ് കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതികളുടെ ജാമ്യഹർജിയിൽ ഇന്ന് വിധി. അധ്യാപകരായ റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ ഹർജി പരിഗണിക്കുന്നത് തലശ്ശേരി സെഷൻസ് കോടതി. അശാന്തമായി പശ്ചിമേഷ്യ. നിലപാടിൽ ഉറച്ച അമേരിക്കയും ഇറാനും. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മുന്നോട്ട് പോകാമെന്ന് ഇറാൻ. US നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. ട്രംപ് ഭരണകൂടവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന്. IPL-ൽ ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ മുംബൈയിൽ. ISL-ൽ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FC-യും തമ്മിൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ധാരണ. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനും തീരുമാനമായി. സാധാരണ 1 മണിക്കൂർ നേരമായിരുന്നു കുടമാറ്റം. തൃശൂർ കളക്ടറേറ്റിൽ ദേവസ്വം മന്ത്രി VN വാസുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വെടിക്കെട്ട് ഒഴിവാക്കാമെന്നും മറ്റ് ചടങ്ങുകൾ പതിവ് പോലെ നടത്തണമെന്നുമായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാട്. കുറച്ച് സെറ്റ് മാസം അതൊക്കെ ഇപ്പൊ സാധാരണ നടക്കണം. അത് പ്രത്യേക ഈ സാഹചര്യം വന്ന കാരണമാണ്. അപ്പൊ അതിനോട് എല്ലാവരും സഹകരിക്കുക. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, വെടിക്കെട്ട് ഒഴിവാക്കി ലളിതമായും ആചാരപരമായും നടത്താനാണ് തീരുമാനം. ഒപ്പം തന്നെ ഈ പാറമേക്കാവ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സാമഗ്രികളൊക്കെ സാമ്പിളിനും ഒറിജിനലിനും ഒക്കെ ശേഖരിച്ചിരുന്നു. അത് സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് തീരുമാനം? നിലവിൽ അതുതന്നെയാണ്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തൃശ്ശൂർ പൂരം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചേർന്ന ഈ ഒരു ഉന്നത തല യോഗത്തിൽ തീരുമാനമായത്. അത് ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. വെടിക്കെട്ട് ഇല്ലാതെ തന്നെ ഈ ഒരു തൃശ്ശൂർ പൂരം നടത്താം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തിയത്. പക്ഷേ ചടങ്ങുകളൊന്നും മാറ്റുന്നില്ല. ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായി നടക്കും. അതിൽ ചടങ്ങുകളുടെ ദൈർഘ്യങ്ങളാണ് കുറയ്ക്കുന്നത്. പ്രധാനമായും കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറച്ച് 15 മിനിറ്റ് ആക്കും. മാത്രമല്ല കുടകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചടങ്ങുകളെ സംബന്ധിച്ച് പറയാനുള്ള. ബാക്കി എല്ലാ ചടങ്ങുകളും കൃത്യതയോടുകൂടി നടക്കും. പ്രത്യേകിച്ച് മേളം, പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് ഇലഞ്ഞിത്തറ മേളം. അത്തരത്തിൽ മേളത്തിലോ പഞ്ചവാദ്യത്തിലോ മറ്റ് അത്തരത്തിലുള്ള ചടങ്ങുകളിലൊന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല. വെടിക്കെട്ട് ഒഴിവാക്കുന്നു. ഈ കുടമാറ്റത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നു എന്നതൊഴിച്ചാൽ എല്ലാ ചടങ്ങുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും തൃശ്ശൂർ പൂരം നടത്തുക. മാത്രമല്ല ഈ വെടിക്കെട്ടിന് പകരം ഒരു സിംബോളിക് രൂപത്തിൽ കദിന വെടിക്കെട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. വലിയ രീതിയിലുള്ള വെടിക്കെട്ടുകളില്ല. അതിൻ്റെ ഒരു സൂചനാത്മകമായി തന്നെ കദിന വെടിക്കെട്ട് ഈ ഒരു സമയത്ത് ഈ വെടിക്കെട്ടിൻ്റെ ആ ഒരു മുഹൂർത്തത്തിൽ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്.
സമാനമായി തന്നെ ഈ കുടമാറ്റവും 15 മിനിറ്റ് മാത്രം നടത്തും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ആനയുടെ എണ്ണത്തിലൊന്നും മറ്റും മാറ്റമില്ല. 15 ആനകൾ വീതം ഓരോ ദേവസ്വത്തിനും, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് 15 ആന വീതം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. ഈ കുടമാറ്റത്തിന് ആനകൾ ഉണ്ടാവും. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. വെടിക്കെട്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ദേവസ്വവും അതുപോലെ തന്നെ ഈ ഒരു മന്ത്രിമാരുടെ യോഗവും തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പാറമേക്കാവ് ദേവസ്വം ഉണ്ടാക്കിയ ഈ ഒരു വെടിക്കോപ്പുകൾ, ആ കരിമരുന്നൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിൽ മറുപടിയായി പറഞ്ഞത് അത് ഇത്തരത്തിൽ ആളുകളെ കാണിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പൊട്ടിക്കാനുള്ള ഒരു അനുമതി, അതിനുള്ള ഒരു ലൈസൻസ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പാറമേക്കാവ് പറഞ്ഞത്. മറിച്ച് അത് നശിപ്പിച്ചു കളയാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് അതേപടി തന്നെ ചെയ്യും. അതായത് സർക്കാർ തീരുമാനങ്ങൾ എന്താണോ അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. നശിപ്പിക്കാനാണ് പറയുന്നതിൽ അങ്ങനെ ചെയ്യും. അതല്ല, ഇതിന് ലൈസൻസ് അനുവദിച്ച് അത് മറ്റൊരു സ്ഥലത്ത് വെച്ച് പൊട്ടിക്കാനാണ് പറയുമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്നുള്ളതാണ്. സർക്കാർ തീരുമാനം എന്താണോ അതുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ദേവസ്വങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ചടങ്ങുകളും കൃത്യമായി തന്നെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനം അത് പല കോണുകളിൽ നിന്നായി വന്നിരുന്നു. അത് വെടിക്കെട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും വന്നിരുന്നു. ഇന്ന് പാറമേക്കാവ് ദേവസ്വം ആദ്യം പറഞ്ഞത് വെടിക്കെട്ട് വേണം, അതായത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം മാറ്റിയാൽ മതി, പ്രധാന വെടിക്കെട്ട് വേണമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അത്തരത്തിലുള്ള താല്പര്യങ്ങളിൽ ഒന്നും അടിമപ്പെടാതെ അല്ലെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് വെടിക്കെട്ട് പൂർണ്ണമായും ഈ ഒരു തൃശ്ശൂർ പൂരത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഈ ഒരു യോഗം എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വെടിക്കെട്ടില്ലാതെയാവും നടക്കുക. പക്ഷേ ഈ ചടങ്ങുകൾക്കൊന്നും യാതൊരുവിധ ഭംഗവും വരുത്താതെ കൃത്യമായ രീതിയിൽ തന്നെ ദൈർഘ്യം കുറച്ചുകൊണ്ട് ആയിരിക്കും നടത്തുക. മൊത്തത്തിൽ ഒരു പ്രതീകാത്മകമായ തൃശ്ശൂർ പൂരമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഒരു സിംബോളിക്കായ തൃശ്ശൂർ പൂരമാവും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഇരു ദേവസ്വവും പറഞ്ഞത്. അത്തരത്തിൽ തന്നെയാണ് ചടങ്ങുകളൊന്നും തന്നെ മുടക്കാതെ കൃത്യമായ രീതിയിൽ തന്നെ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് ഒരു പൂരം ഉണ്ടാകും. അതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുടമാറ്റത്തിൻ്റെ സമയം, അതിൻ്റെ ദൈർഘ്യം എന്തായാലും കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. കുടകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ കൃത്യതയോടുകൂടി തന്നെ നടക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു ലൈസൻസ് ലഭിക്കുകയാണെങ്കിൽ, ഇതിന് പൊട്ടിക്കാനുള്ള അനുമതി ലഭിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു പ്രദേശത്ത്, വളരെ സുരക്ഷിതമായ പ്രദേശത്ത് വെച്ച് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ, കണ്ടാസ്വദിക്കാവുന്ന രീതിയിൽ ഈ പാറമേക്കാവിൻ്റെ കരിമരുന്നുകൾ പൊട്ടിക്കും. അതല്ല എങ്കിൽ ഇത് നശിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. ശരി, വെടിക്കെട്ടില്ലാതെ തൃശ്ശൂർ പൂരം നടത്താനാണ് ധാരണ. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. അങ്ങനെ ആചാരപരമായും ലളിതമായും തൃശ്ശൂർ പൂരം നടത്താൻ തീരുമാനമായി. എന്തായാലും ഉന്നതതല യോഗത്തിൽ സർക്കാരിന്റെ തീരുമാനം ഇരു ദേവസ്വം ബോർഡുകളും അംഗീകരിക്കുകയായിരുന്നു. ഇനി തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം കൂടി കാണാം. ഹൈക്കോടതിയുടെ എന്തോ റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവരൊന്നും പ്രതികരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് പ്രതികരിക്കാൻ പാടുമെന്ന് അറിയില്ല. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. എല്ലാ ആചാരങ്ങളും ആചാരങ്ങളെല്ലാം നടക്കും. സർക്കാർ തീരുമാനം അനുസരിച്ച് ആചാരപരമായി തൃശ്ശൂർ പൂരം നടത്തുമെന്നാണ് ഇരു ദേവസ്വത്തിന്റെയും നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ ഇനിയും സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവ്വം പരിശ്രമിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, മറിച്ച് വിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയിലാണ്. നൈമിഷിക സന്തോഷത്തിനു വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കണോ എന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. കൽപ്പനകളോ നിയമങ്ങളോ അല്ല, മനുഷ്യ മനസാക്ഷിയുടെ വീണ്ടു വിചാരമാണ് ആർഭാടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരകമാകേണ്ടത്. എല്ലാ മതങ്ങളും ഇക്കാര്യത്തിൽ വിവേകപൂർണമായ തീരുമാനം കൈക്കൊള്ളണം. ആഘോഷങ്ങൾക്കായി വിനിയോഗിക്കുന്ന പണം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സഹോദരങ്ങളുടെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ കഴിയണം. ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങൾ ആഘോഷങ്ങൾ ലളിതമാക്കണം. അതിര് കടന്ന ആഘോഷങ്ങളിലല്ല, അപരനെ കരുതുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. മറ്റ് ചടങ്ങുകളിലുമൊക്കെ ഇനിയും ഇത്തരം സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവം നാം പരിശ്രമിക്കണം. നൈമിഷിക സന്തോഷത്തിന് വേണ്ടി
നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കണമോ എന്ന് മനസ്സു തുറന്ന് ചിന്തിക്കണം. കൽപ്പനകളോ നിയമങ്ങളോ അല്ല, മനുഷ്യ മനസ്സാക്ഷിയുടെ വീണ്ടും വിചാരമാണ് ആർഭാടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരകമാകേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ മികച്ച പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ 11 മണി വരെയുള്ള കണക്ക് പ്രകാരം 37.5% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വോട്ട് ചെയ്തു. അതേസമയം പോളിംഗ് സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് TVK അധ്യക്ഷൻ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് DMKയും തിരിച്ചുവരവിന് അണ്ണാ DMKയും മാസ് എൻട്രിക്ക് വിജയുടെ TVKയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പോരാട്ടം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ മികച്ച പോളിംഗാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. ആകെ 5.73 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. 234 അംഗ നിയമസഭയിലേക്ക് 4023 സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. ഒറ്റഘട്ടമായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. പല പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് രാവിലെ മുതൽക്ക് തന്നെ അനുഭവപ്പെട്ടത്. ചെന്നൈയിലെയും കോയമ്പത്തൂരിലെയും ബസ് സ്റ്റാൻഡുകളിൽ പുലർച്ചെ അസാധാരണ തിരക്കുണ്ടായി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, TVK പ്രസിഡന്റ് വിജയ്, കേന്ദ്രമന്ത്രി L മുരുകൻ, സിനിമാ താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, അജിത്, തൃഷ, സംഗീതജ്ഞൻ ഇളയരാജ തുടങ്ങിയവർ ചെന്നൈയിലും, അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി സേലത്തും, BJP നേതാവ് K അണ്ണാമലൈ കോയമ്പത്തൂരിലും വോട്ട് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 73.63% പോളിംഗ്. ഇത്തവണ അത് കൂടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ പ്രചാരണത്തിനാണ് തമിഴ്നാട് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുമാണ് DMKയുടെ നേതൃത്വത്തിലുള്ള മതേതര പുരോഗമന സഖ്യം വോട്ട് തേടിയത്. കോൺഗ്രസ്, CPM, CPI, DMDK പാർട്ടികൾക്കൊപ്പം SDPIയും ഈ മുന്നണിയിലാണ്. DMK മന്ത്രിമാരുടെ അഴിമതിയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും സ്ത്രീ സുരക്ഷയില്ലായ്മയും ഉയർത്തിയാണ് BJP, അണ്ണാ DMK എന്നിവ ഉൾപ്പെടുന്ന NDA മുന്നണി പ്രചരണം നയിച്ചത്. PMK അടക്കമുള്ള പാർട്ടികളും NDAയിലുണ്ട്. പ്രധാനമായും DMKയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVKയുടെ പ്രചാരണം. എല്ലാ മണ്ഡലത്തിലും TVK സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുണ്ട്. അതേസമയം പോളിംഗ് സമയം നീട്ടണമെന്ന ആവശ്യവുമായി TVK അധ്യക്ഷൻ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ബസ്സുകൾ ഇല്ലാത്തതിനാൽ വോട്ടർമാർ വൈകിയെന്നും അതിനാൽ 2 മണിക്കൂർ അധികം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ബസ്സുകൾ കുറച്ചത് ആസൂത്രിത നീക്കമെന്ന് സംശയിക്കുന്നതായും ആയിരക്കണക്കിന് വോട്ടർമാർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നതായും വിജയ് കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമബംഗാളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 41.1% പോളിംഗ് രേഖപ്പെടുത്തിയത്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ബംഗാളിൽ സംഘർഷവും ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുർഷിദാബാദിൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, മികച്ച പോളിംഗ് ആണ് പശ്ചിമബംഗാളിലും രേഖപ്പെടുത്തുന്നത്. ഉച്ചവരെ ആകുമ്പോഴേക്ക് എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? അപ്പോൾ ഈ പശ്ചിമ ബംഗാളിലെ 152 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 41% വോട്ടിംഗ് രേഖപ്പെടുത്തി. അതായത് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കൊക്കെ ഈ വിധി അനുകൂലമാകും എന്നുള്ളത് ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുകയാണ്. ഒപ്പം രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം കത്തിക്കയറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് ബംഗാളിലുണ്ട്. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ, ഇവിടങ്ങളിലായി 3.6 കോടി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കർശന സുരക്ഷയാണ് ബംഗാളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രചാരണ സമയത്ത് മുർഷിദാബാദിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള സംഘർഷം, ഒപ്പം കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണവും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടികളും സുതാര്യമായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം മുർഷിദാബാദിൽ ഹ്യൂമിയോന്റെയും ഒപ്പം തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിൽ ചെറുതായി ഏറ്റുമുട്ടിയത് സംഘർഷത്തിന് വഴിവെച്ചു. കൂടാതെ മുർഷിദാബാദിൽ തന്നെ ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറ് രേഖപ്പെടുത്തി. അതും അവിടെ ചില പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വലിയ അക്രമ സംഭവങ്ങൾ ഇതുവരെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 152 മണ്ഡലങ്ങൾ, ജൽപൈഗുരിയും ഡാർജിലിംഗും മാൾഡയും ഉൾപ്പെടെയുള്ള 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. അതായത് വടക്കൻ ബംഗാൾ മേഖല പൂർണ്ണമായും ഇന്ന് ജനവിധി രേഖപ്പെടുത്തുകയാണ്. ഇവിടങ്ങളിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാനും കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനും സാധിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ, മുൻപ് 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന സംസ്ഥാനത്ത് 77 സീറ്റുകൾ നേടിക്കൊണ്ട് കരുത്തു തെളിയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിൽ ഇത്തവണ ബംഗാൾ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം BJP നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അത്രയധികം ശക്തമാണ്. 2011 മുതൽ സംസ്ഥാനത്ത് ഭരണം കൈയാളുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇത്തവണയും ഭരണം നിലനിർത്തും എന്ന പ്രഖ്യാപനമാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നടത്തിയത്. അത്തരത്തിൽ തൃണമൂലും BJPയും തമ്മിൽ കട്ടയ്ക്ക് പോരാട്ടം നടക്കുന്ന, നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ വലിയ തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. 11 മണിവരെ 41% വോട്ടിംഗ് രേഖപ്പെടുത്തി. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം 29-നാണ്. അമ്പിളി. ശരി, പശ്ചിമബംഗാളിൽ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ 8 വയസ്സുകാരനാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. പാമ്പ് കടിച്ചത് കുട്ടി ഉറങ്ങുന്നതിനിടെയായിരുന്നു. മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് മരിച്ചത്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഇന്ന് വെളുപ്പിന് 4 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ പാമ്പ് കടിച്ച വിവരം അറിഞ്ഞത്. പക്ഷേ പ്രാഥമിക ചികിത്സയിൽ ഒന്നും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദാരുണവുമായ സംഭവം. അമ്പിളി, തീർച്ചയായും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ പാമ്പ് കടിയേറ്റ് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് നിരന്തരം, അതൊരു നിത്യ സംഭവമായി മാറുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ചിറയൻകീഴിൽ നിന്ന് ഈ രീതിയിലൊരു ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 4 മണിക്കായിരുന്നു പുലർച്ചെ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മാതാപിതാക്കൾ നോക്കുമ്പോഴാണ് കുഞ്ഞ് അവശനിലയിലായിരുന്നു. അപ്പോൾ തന്നെ ഈ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഇത് ഒരു അടച്ചുറപ്പില്ലാത്ത, അത്രത്തോളം സുരക്ഷിതമല്ലാത്ത ഒരു വീടാണ്. അത് ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ വീട്ടിൽ അച്ഛനും അമ്മയും 2 കുട്ടികളും, കുട്ടിയുടെ അച്ഛന്റെ അമ്മൂമ്മയും ഒപ്പം ഈ 5 പേരും ഈ ചൂട് കാരണം ഇവർ നിലത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനൊപ്പം തന്നെ 8 വയസ്സുള്ള അശ്നാൻ, കുഞ്ഞിനൊപ്പം അവന്റെ അനിയത്തി കൂടി ഉണ്ടായിരുന്നു. ആ അനിയത്തിക്ക് 2 വയസ്സ് കൂടി ചെറിയ കുഞ്ഞാണ്. ഇവർ 5 പേര് നിലത്ത് കിടന്നുറങ്ങുമ്പോഴാണ് രാത്രി ഈ കുഞ്ഞിന്റെ നിലവിളി വിട്ട് നോക്കുമ്പോഴാണ് കുഞ്ഞിന്റെ അവസ്ഥ കാണുന്നു. ഉടൻ തന്നെ ഈ കുഞ്ഞിനെ അപ്പോൾ ഒരു പാമ്പ് കടിയേറ്റു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ പാമ്പിനെ അവിടെ കണ്ടിരുന്നില്ല. കുഞ്ഞിനെ നേരെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിൽ പോലും കുഞ്ഞ് അപ്പോഴേക്കും കുഞ്ഞിന്റെ ആരോഗ്യനില മോശപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഗുരുതരമായ. ശരി, അൻഫിലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഇന്നും നാളെയുമാണ് മുന്നറിയിപ്പ്. അതേസമയം എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ഇന്നും യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് ഗൂഢാലോചനയ്ക്കെതിരെയുമാണ് പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം പ്രതികളായ അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകും. കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും വിധി പ്രസ്താവിക്കുക. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പട്ടികജാതിക്കാരെ അവഗണിച്ച ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ അറിയിക്കാനും പരിഹരിക്കാനും ഒരു മന്ത്രി പോലും ഇല്ലെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. US നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത രാജി. ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളോടുള്ള അഭിപ്രായ ഭിന്നത വൈറ്റ് ഹൌസിൽ ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. രാജ്യം യുദ്ധമുഖത്ത് നിൽക്കെയാണ് അമേരിക്കൻ നാവികസേനാ മേധാവിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനം. ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെന്റഗണാണ് പ്രഖ്യാപിച്ചത്. രാജിക്ക് വ്യക്തമായ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം അമേരിക്ക ശക്തമാക്കുന്നതിനിടെയാണ് ജോൺ ഫീലന്റെ രാജി. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റം കൂടിയാണ് ഈ രാജി പ്രഖ്യാപനം. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയുടെയും പടിയിറക്കം. ഇതേ തുടർന്നാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചത്. നിലവിൽ കപ്പലുകൾ പിടിച്ചെടുത്താണ് ഈ പോര് മുറുകുന്നത്. ഇതിനിടെയാണ് US നാവികസേനയുടെ തലപ്പത്തെ രാജി എന്നതും ശ്രദ്ധേയം.
ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളോട് വൈറ്റ് ഹൌസിൽ ഉയർന്ന അഭിപ്രായ ഭിന്നതയാണ് ജോൺ ഫീലിന്റെ രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോൺ ഫീലിനു പകരം അണ്ടർ സെക്രട്ടറി ഹങ് ഹാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അശാന്തി ഒഴിയാതെ പശ്ചിമേഷ്യ ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ആശങ്ക. ഇറാന്റെ താൽപര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ച് ഉപരോധം നീക്കിയാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയുള്ളൂവെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഹോർമുസിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്കയുണ്ട്. പാകിസ്ഥാനിൽ തുടങ്ങാനിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയും കൂടുതൽ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് അറിയിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണെന്നാണ് ഇറാന്റെ അവകാശവാദം. ഏതായാലും ഹോർമൂസിനോട് ചേർന്നുള്ള പ്രദേശത്തെ കപ്പലുകൾ ആക്രമിച്ച് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുകയാണ് അമേരിക്കയും ഇറാനും. ഒമാൻ ഇറാൻ തീരങ്ങളോട് ചേർന്ന് 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെ ഇന്ത്യൻ തീരത്തിന് സമീപം അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ വെച്ച് 3 ഇറാനിയൻ എണ്ണക്കപ്പലുകളാണ് അമേരിക്കൻ സൈന്യം തടഞ്ഞത്. ഡീപ് സീ, ഡോറീന, സെവിൻ എന്നീ കപ്പലുകളാണ് US സൈന്യം തടഞ്ഞത്. ഇന്ത്യയുടെയും മലേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളോടും ചേർന്ന് കിടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളിൽ വെച്ചാണ് ഈ എണ്ണക്കപ്പലുകൾ തടഞ്ഞത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡുടമയുടെ സമ്മതപത്രമുണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ചിരുന്നതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. നേരത്തെ വ്യാജമായാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പേര് റേഷൻ കാർഡിൽ ചേർത്തത് എന്നാരോപിച്ച് കാർഡുടമയുടെ മക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീനാദേവിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ അടൂർ RDO ഉത്തരവിട്ടിരുന്നു. IPL-ൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ചെന്നൈ നിരയിൽ ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി കളത്തിലിറങ്ങിയേക്കുമെന്നാണ് വിവരം. പരിക്ക് മൂലം യുവ ബാറ്റർ ആയുഷ് മാത്രയ്ക്ക് സീസണിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകും. മറുവശത്ത് ആദ്യ 4 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈക്ക് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. 4 പോയിന്റ് വീതമാണ് ഇരു ടീമുകൾക്കുമുള്ളത്. രാത്രി 7:30 മുതൽ മുംബൈയിലാണ് മത്സരം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FCയെ നേരിടും. അവസാന കളിയിൽ ജംഷഡ്പൂർ FCയെ 2 ഗോളിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. 10 കളിയിൽ നിന്നും 8 പോയിന്റുമായി 11ാം സ്ഥാനത്താണ് ടീം. 7 കളിയിൽ നിന്നും 6 പോയിന്റുമായി ഒഡീഷ 13ാം സ്ഥാനത്താണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.